ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ട്രാക്സസിൻ്റെ ഡിഫൻഡർ ആയിരിക്കും ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ഇത് സസ്കാറ്റൂൺ ഐലൻഡ് പാർക്ക്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇത് ആർമാൻഡ് ഫ്യൂറിയ. ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഓടിച്ചതാണ്. പക്ഷേ ഇത് മേടിച്ചപ്പം തൊട്ട് ഇപ്പം വരെ ഇത് പെട്ടിയിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇതാദ്യം ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഇത് വെളിയിൽ കൂടെ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഡിഫൻഡർ തുറന്ന് ഇതിൻ്റെ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ക്വിക്ക് റിലീസ് 2 സ്വിച്ചുകൾ ഇവിടെ ഉണ്ട്. പിടിച്ചൊന്ന് അമർത്തിയാൽ മതി. ഈ സാധനങ്ങൾ ബോഡി ഇങ്ങനെ കയറി ഇറങ്ങി വരും. ഇതാണ് ഗൈസ് ബാറ്ററി. ഞാൻ ഇത് ഫുൾ ചാർജ് ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് സാധനം കൊടുക്കുക, ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ഡിഫൊക്കെ വർക്കിംഗ് ആയി തുടങ്ങി. ഇനി ഇതിൻ്റെ പവർ ഓൺ ആ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബോഡി തിരിച്ചു വെക്കാം ഗൈസ്. ഇത്രേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ പരിപാടി. ഇനി നമുക്കിത് ഡിഫെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. ഇനി ഇത് ഓടിച്ചു നോക്കാം ഗൈസ്. നമുക്ക് ആദ്യമേ മറിഞ്ഞു വീഴുന്ന ലക്ഷണമുണ്ട് ഗൈസ് വണ്ടി. ഇതൊന്നും പ്രശ്നമല്ല ഗൈസ്. ഇതിപ്പോൾ ലോ സ്പീഡിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇന്ന് ഇടപാട് തീരുമെന്നാ തോന്നുന്നത്. ഇപ്പോഴേ ടയർ ഫുള്ള് ചള്ളയായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്നോ ഉരുകിയിട്ട് ഇപ്പം വെള്ളമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇത്. നമുക്ക് ഇതിനെ തിരിച്ചിങ്ങോട്ടൊന്ന് കയറ്റി നോക്കാം. ഇതാണ് ഗൈസ്. ഡിഫ് ഓൺ ചെയ്യാം. ഗൈസ്, ഇനി നമുക്ക് ഈ ഫ്യൂറി ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്യൂറി ഞാൻ ഇതിൻ്റെ മുമ്പത്തെ തവണ ഓടിച്ചായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ഇത് 50 സ്പീഡിലായിരുന്നു അന്ന് മൊത്തം ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴായിരുന്നു ഇത് സ്പീഡ് മാറ്റാൻ മറന്നുപോയെന്ന് അറിഞ്ഞ്. ഇന്ന് ഇത് നമുക്ക് 100-ൽ ഓടിച്ചു നോക്കാം. ഇനി ഞാൻ ഇതിനെ 100-ലോട്ട് ഇടാം. ഇനി നമുക്ക് ഒരു സ്റ്റണ്ട് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ്, ഇതാ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്. ഇതാ ഇതിൻ്റെ ഒരു നമുക്ക് ഇതിനെ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതിനകത്ത്. ചള്ളയൊന്നും ഇതിന് വിഷയമല്ല, ചള്ളയും കല്ലൊന്നും. പക്ഷെ ഇത് ഒത്തിരി അബ്യൂസ് ചെയ്താൽ ചിലപ്പോൾ അടിച്ചു പോകും കേട്ടോ. ഇലക്ട്രോണിക്സ് ഒക്കെ അല്ലേ ഗൈസ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം അതിന്റെ ബൈക്ക് ഫുള്ള് പുല്ലും ചള്ളയും. ഇതിന്ന് എനിക്കിത് നല്ല ടാസ്ക് ആയിട്ടുണ്ട്. ഇതായിരുന്നു ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ അവസ്ഥ. ഇങ്ങനെ ചള്ളയ്ക്കകത്ത് പൂണ്ടിരിക്കും സാധനം. ഇവിടെ ഇട്ടൊന്ന് കറക്കി നോക്കാം ഗൈസ്. എന്തായാലും കഴുകണം, എന്നാ പിന്നെ ഓടിച്ചിട്ട് കഴുകാലോ. ഇതാ ഗൈസ് ഫ്യൂറി. ഇനി നമുക്ക് ഗൈസ് ഡിഫൻഡർ ഓടിച്ചു നോക്കണ്ടേ. ഇത് അത്യാവശ്യം എനിക്ക് പണിയായിട്ടുണ്ട്. നല്ല ചള്ളയും മണ്ണൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഡിഫൻഡർ നമുക്ക് പതുക്കെ, ഇവിടെ ഒരു ട്രെയിലൊക്കെ ഉണ്ട്. ഞാനത് ആ ട്രെയിലിൽ കൂടെ ഒക്കെ ഓടിച്ച് കാണിക്കാം ഗൈസ്. ഇത് തൽക്കാലം ഞാൻ ഇതെടുത്ത് ഇനി മാറ്റി വെക്കാൻ പോയി. ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ ഫോക്കസ് നമ്മുടെ ഡിഫൻഡർ തന്നെയായിരുന്നു. ഇനി നമുക്ക് ഡിഫൻഡർ ഓടിക്കാം ഗൈസ്. ഇനി നമ്മുടെ ഡിഫൻഡറിൻ്റെ ആണ് ടേൺ. നമുക്കിത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നോക്കട്ടെ. നമുക്ക് ആദ്യം ആ ട്രാക്കിലോട്ട് പോകാം ഗൈസ്. ഇത് ഓടിക്കുന്നതല്ല പ്രശ്നം ഗൈസ്. ഇത് ക്ലീൻ ചെയ്യുന്ന നമ്മൾ അതുപോലെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യില്ലേ. ചിലപ്പോൾ ESC ഒക്കെ അടിച്ചു പോവും, മോട്ടറൊക്കെ ബേൺ ഔട്ട് ആയി പോവും, വെള്ളമൊക്കെ ഒത്തിരി കയറി കഴിഞ്ഞാൽ. അതുകൊണ്ടായിരുന്നു ഞാൻ സമ്മറി വരാമെന്ന് ഓർത്തത്. പക്ഷെ ഇത് കഴിഞ്ഞ ആഴ്ച പിന്നെ ഒരു ലോഡ് മഞ്ഞ് അങ്ങ് വീണു. ഇനിയിപ്പോൾ സമ്മറാണ്, 1 മാസം കൂടെ കറക്റ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ ആ പഴയ ട്രാക്ക് തന്നെയാ. ഇവിടെ നമുക്കിത് ഓടിച്ചു നോക്കാം ഗൈസ്. നമുക്കിനി പാലത്തിലോട്ട് കയറ്റാൻ വണ്ടി. ഗൈസ്, ഇനി നൈസായിട്ട് നമുക്ക് ഇവനെ ഐസിലോട്ട് ഇറക്കാം. മുങ്ങി പോവാതിരുന്നാൽ മതി ഗൈസ്, അല്ലേ വെള്ളത്തിന്റെ അകത്തായി സാധനം.
നിങ്ങൾക്ക് കാണാം ഐസിന്റെ പുറത്തൂടെ ഓടുന്നത്. വെയിറ്റ് താങ്ങിയില്ലേൽ ഐസ് ചിലപ്പം ബ്രേക്ക് ആവും. അതാണ് ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുക്കാത്തത്. ഇതുണ്ടോ, ഐസിന്ന് തിരിച്ചു കയറ്റാം. പക്ഷെ ഇതിന്റെ ടയറിന്റെ ഒക്കെ ഊപ്പാട് ഇളകും കഴിച്ചിന്ന്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ടയർ കാണാൻ ഫുള്ള് ചള്ളയും വെള്ളവും. കണ്ടോ ഗൈസ്, വെള്ളത്തിൽ കയറി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷം. ഈ 2 വണ്ടി ഞങ്ങൾ വെളിയിൽ വന്ന് ഓടിച്ചു നോക്കി. ഫുള്ളിപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനകത്തും. ഇത് ഒന്നും പറയണ്ട, ഇതിന്റെ അവസ്ഥ തീരുമാനമായി. ഫുള്ള് വെള്ളം കയറി ചള്ളയും പുല്ലും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗൈസ്. നല്ല രസമാണ്. ആർക്കെങ്കിലും ഈ ഹോബിയിലൊക്കെ വരണം താല്പര്യമുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് വന്നാലും ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതെല്ലാം ഒറിജിനൽ വണ്ടീനെ പോലെ തന്നെ ഇതിന്റെ വർക്കിങ്ങും മെക്കാനിസവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ, അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വീണ്ടും കാണാം. എപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.